ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ISLന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. സെപ്റ്റംബർ 4-ാം തീയതി ISL തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ക്ലബ്ബുകളാണ് ഇത്തവണത്തെ ISL നടത്തുന്നത്. പക്ഷേ അതിൻ്റെ മേൽനോട്ടം വഹിക്കുക അത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ തന്നെയായിരിക്കും. 14 ക്ലബ്ബുകൾ പങ്കെടുക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഏറ്റവും പുതിയതായിക്കൊണ്ട് എത്തിയ ക്ലബ്ബ് അത് ഡയമണ്ട് ഹാർബർ FC ആണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ലേഖനം ഇന്നലെ മാർക്കസ് മെർഗുലാവോ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എല്ലാ ക്ലബ്ബുകൾക്കും ഇപ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇന്നലെ ഒരു ഇമെയിൽ അയച്ചിട്ടുണ്ട്. അതായത് ISLൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ എല്ലാവരും കൺഫർമേഷൻ നൽകണം എന്നാണ് ഇപ്പോൾ ഫെഡറേഷൻ അറിയിച്ചിട്ടുള്ളത്. ജൂലൈ 20-ാം തീയതിയാണ് അവസാന തീയതി ആയിക്കൊണ്ട് നിശ്ചയിച്ചിട്ടുള്ളത്. വരുന്ന 20-ാം തീയതിക്ക് മുന്നേ ഇക്കാര്യത്തിൽ ഒരു കൺഫർമേഷൻ നൽകണം. മാത്രമല്ല, കൺഫർമേഷനോടൊപ്പം ആദ്യത്തെ ഇൻസ്റ്റാൾമെൻ്റ് ആയിക്കൊണ്ട് 55 ലക്ഷം രൂപയും ഫെഡറേഷന് നൽകണമെന്ന് ഇപ്പോൾ ഫെഡറേഷൻ എല്ലാ ക്ലബ്ബുകളെയും അറിയിച്ചു എന്നാണ് മാർക്കസ് മെർഗുലാവോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ISLൽ പങ്കെടുക്കണമെങ്കിൽ ഓരോ ക്ലബ്ബുകളും 1,10 ലക്ഷം രൂപ വീതം നൽകേണ്ടതുണ്ട്, ഫെഡറേഷന് നൽകേണ്ടതുണ്ട്. ആദ്യത്തെ ഇൻസ്റ്റാൾമെൻറ്റ് 55 ലക്ഷം രൂപ ജൂലൈ 20-ാം തീയതിക്ക് മുന്നേ നൽകണം എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് അത് 55 ലക്ഷം രൂപ തന്നെയാണ്. അത് ഓഗസ്റ്റ് 14-ാം തീയതിക്ക് മുന്നേ നൽകണമെന്നും ഫെഡറേഷൻ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ISL തുടങ്ങുന്നതിന് മുന്നേ തന്നെ 1,10 ലക്ഷം രൂപ എല്ലാ ക്ലബ്ബുകളും നൽകേണ്ടതുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യത്തിലാണ് ഇപ്പോൾ സംശയങ്ങൾ നിലനിൽക്കുന്നത്. പുതിയ ഇൻവെസ്റ്റേഴ്സിനെ ലഭിച്ചിട്ടില്ലെങ്കിൽ ഇത്തവണത്തെ ISLൽ ബ്ലാസ്റ്റേഴ്സ് പങ്കെടുത്തേക്കില്ല എന്നാണ് റിപ്പോർട്ടുകൾ. ജൂലൈ 20-ാം തീയതി വരെ മാത്രമേ തീയതിയുള്ളൂ എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അതിനു മുന്നേ കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ ഇൻവെസ്റ്റേഴ്സിനെ കണ്ടെത്തേണ്ടതുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.